പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത പൊതുപരീക്ഷ +2 ദുറൂസുൽ ഇഹ്സാൻ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവൻ തന്നെ കാണുകയും മോഡൽ ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുക. പല ചോദ്യങ്ങളും ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തുടർന്നും നല്ല നല്ല വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ വരുന്നത് നൂസിലു ബിമാ യുനാസിബു. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ ചേർത്തി കൊടുക്കാനാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം വരുന്നത് മൻ അൻകറ റുഇയത്തല്ലാഹി ഫിൽ ആഖിറത്തി. ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ റുഇയത്തിനെ ഇൻകാർ ചെയ്ത ഒരുത്തൻ, നിഷേധിച്ച ഒരുത്തൻ, ഫഹുവ കാഫിറുൻ, അവന് കാഫിറാണ്, അവിശ്വാസിയാകും. രണ്ടാമത്തത് അൽ ഹുസ്ന ഫി ഖൗലിഹി തആല ലില്ലദീന അഹ്സനുൽ ഹുസ്ന. ഈ അഹ്സനുൽ ഹുസ്ന എന്നതിൽ പറയപ്പെട്ട, അള്ളാഹുവിൻ്റെ വാക്കിൽ പറയപ്പെട്ട അഹ്സനുൽ ഹുസ്ന എന്താണ്? അൽ ജന്നത്തു, സ്വർഗമാണ്. മൂന്നാമത്തത് മുദാക്കറത്തുൽ ഇൽമി. ഇൽമിനെ പരസ്പരം ചർച്ച ചെയ്യുക എന്നുള്ളത് തസ്ബീഹുൻ, അത് തസ്ബീഹാണ്. നാലാമത്തത് ഇമാമുൽ അമൽ. അമലിൻ്റെ ഇമാമ് അൽ ഇൽമു, വിജ്ഞാനമാകുന്നു. അഞ്ചാമത്തത് ഉമ്മുൽ ഖബായിസ്. സർവ തിന്മകളുടെയും മാതാവ് അൽ ഖംറു, കള്ളാകുന്നു. ആറാമത്തത് മിൻ സുനനിൽ അംബിയായി. അംബിയാക്കളുടെ സുന്നത്തിൽപ്പെട്ടതാണ് അൽ ഫിത്രത്തു, ശുദ്ധ പ്രാകൃതം എന്നുള്ളത്. 7 സഫുഹുൻ വ ഇറാദുൻ അനിൽ ഉഖൂബത്തി. പ്രതിരോധിക്കുന്നതിനെ തൊട്ട് വഴിമാറലും തിരിഞ്ഞ് കളയലുമാകുന്നു, ഒഴിഞ്ഞു മാറലുമാകുന്നു അൽ അഫുവു, വിട്ടുവീഴ്ച എന്നുള്ളത്. ഇനി രണ്ടാമത്തത് വരുന്നത് നുമയ്യിസു സഹീഹ ബി ഹാദിഹി. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് നേരെ നൽകിയതിൽ നിന്ന് ശരിയായവ ടിക്ക് ചെയ്യാനാണ്. അതിലൊന്നാമത് ഖവായിദു തിബ്ബിൽ അബ്ദാന്. ശാരീരിക ചികിത്സയുടെ നിയമങ്ങൾ സലാസത്തുൻ, 3 വകുപ്പിലായിട്ട് പറയുന്നുണ്ട്. ശരീരത്തിനെ സംരക്ഷിക്കുന്ന ചികിത്സയുമായി ബന്ധപ്പെട്ട് 3 മുറകൾ പറയുന്നുണ്ട്. അതാണ് അവിടെ ഉദ്ദേശം. രണ്ടാമത്തത് മറലുൻ ലാ ദവാ ലഹു. രോഗമാണ്, അതിനിക്ക് ചികിത്സയില്ല. അൽ ഹറമു, വാർദ്ധക്യം. അത് നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് കടന്നു വരുന്നതാണ്, ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ പറ്റാത്തതാണ്. മൂന്നാമത്തത് ലാ യറുദ്ദുൽ ഖലാ. ഖലാഇനെ തട്ടിമാറ്റാൻ കഴിയുകയില്ല. ഇല്ല ദുആഉ. ദുആഇനിക്കല്ലാതെ തീരുമാനത്തെ തട്ടി മാറ്റാൻ കഴിയുകയില്ല. നാലാമത്തത് ദുആഉൽ മുഅ്മിനി. മുഅ്മിനിൻ്റെ പ്രാർത്ഥന മുസ്തജാബുൻ യഖീനൻ, ഉറപ്പായിട്ടും അത് ഉത്തരം നൽകപ്പെടുന്നതാണ്. അഞ്ചാമത്തത് ഖൈറുദ്ദവാഇ. ഏറ്റവും നല്ല ചികിത്സയാകുന്നു അൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ. മൂന്നാമത്തത് നുബയ്യനു, വ്യക്തമാക്കാനാണ്. അതിൽ ഒന്നാമത്തത് മവാനിയു തൗബ. തൗബ സ്വീകരിക്കുന്നതിന് വിലങ്ങായി നിൽക്കുന്ന 3 കാരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, ഇദാ വഖൽ യഅ്സു മിനൽ ഹയാത്തി. തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ആഗ്രഹമില്ലാതിരിക്കുക, അതിൽ നമുക്ക് പ്രത്യാശ ഇല്ലാതിരിക്കുക, നിരാശ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലെത്തിയിട്ട് പിന്നെ നമുക്ക് തന്നെ തുടർന്ന് ജീവിക്കാൻ താല്പര്യമില്ല. ആ സാഹചര്യത്തിൽ തൗബക്കത് വിലങ്ങാണ്. നമുക്ക് അങ്ങോട്ട് ജീവിക്കാൻ താല്പര്യമുണ്ട്, അള്ളാഹുവിൻ്റെ ഖലായിൽ അതിയായ വിശ്വാസവുമുണ്ട്, പുറത്തു തരുമെന്നൊക്കെ ആ ഒരു ചിന്തയിലാകുമ്പോഴാണ് തൗബക്ക് വിലങ്ങല്ലാതെ വരുന്നത്. രണ്ടാമത്തത് ഇദാ നസലൽ അദാബ്. നമ്മളിൽ ശിക്ഷ ഇറങ്ങുക, അദാബ്, അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുക, അതും തൗബക്കുള്ള മവാനിയാണ്. പിന്നെ ഇദാ തലാത്തി ഷംസു മിൻ മഅരിബിഹ. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുക, ഇതും തൗബക്കുള്ള മവാനിയാണ്. മൂന്നാമത്തത് ബിനാഉൽ ജന്നത്തി. സ്വർഗത്തിൻ്റെ എടുപ്പ്. ലബനത്തും മിനൽ ഫില്ല ലബനത്തും മിനൽ ദഹബ്. സ്വർണത്താലും വെള്ളിയാലുമുള്ള ഇഷ്ടികകളാണ്, ഇഷ്ടികൾ കൊണ്ടാണ് സ്വർഗത്തിൻ്റെ എടുപ്പുകൾ വരുന്നത്. മൂന്നാമത്തത് ലൗനു ജഹന്നം. ജഹന്നമിൻ്റെ നിറം സൗദാ ഉൻ മുസ്ലിമ, ഇരുണ്ട് കറുത്തതാകുന്നു. നാലാമത്തത് അഫ്ദലു അഖ്സാമി ദിക്രി. ദിക്റിൻ്റെ കിസ്മുകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത്. ദിക്റിൻ്റെ പല കിസ്മുകൾ നമ്മൾ പഠിച്ചതാണല്ലോ. അതിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായി വരുന്നത് മാക്കാന ബിൽ കൽബി വൽ ലിസാനി. ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ഉണ്ടാകുന്നതാണ്. നാവ് കൊണ്ട് മാത്രമല്ല, കൂടെ ഹൃദയം കൂടെ അതിലേക്ക് വരുമ്പോഴാണ് ദിക്റിൻ്റെ ഏറ്റവും മുന്തിയ കിസ്മായി മാറുന്നത്.
അഞ്ചാമത്തത് ഹദ്ദു ഖസ്സി ഷാരിബി, മീശ വെട്ടുന്നതിൻ്റെ അതിർത്തി എങ്ങനെയാണ്? ഐ യഖുസ്സ ഹത്ത യബുദു തൊറഫ് ഷഫത്തി, ചുണ്ടിൻ്റെ രണ്ട് തെല്ലുകൾ കാണുന്ന, ചുണ്ടിൻ്റെ തെല്ലുകൾ ആ അറ്റം കാണുന്ന രൂപത്തിൽ രോമങ്ങളെ വെട്ടലാകുന്നു, അഥവാ നമ്മുടെ ചുണ്ടിലേക്ക് രോമം ഇറങ്ങാത്ത രൂപത്തിൽ വെട്ടലാകുന്നു. നാലാമത്തത് നുജീബു, ഉത്തരം എഴുതാനാണ്. അതിൽ ഒന്നാമത്തത് മാതാ യഖൂലുല്ലാഹു ഇദാ ദഖല അഹ്ലുൽ ജന്നത്തി അൽ ജന്നത്ത, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ എന്താണ് അല്ലാഹു തആല അവരോട് പറയുക? തുരീദൂന ഷൈഅൻ അസീദുക്കും, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെല്ലാം നമ്മൾ കൂടുതലാക്കി തരും. 2 യസ്തഗ്ഫിറു കുല്ലു റത്ബിൻ വയാബിസിൻ ലിമൻ, പച്ചയായതും ഉണങ്ങിയതും എല്ലാ വസ്തുക്കളും പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. ആർക്ക്? ലിൽ ആലമി, പണ്ഡിതന്മാർക്ക്, ആലിമിനിക്ക്. മൂന്നാമത്തത് മസലുൽ ഉലമായി ഫിൽ അർളി മാഹുവ, പണ്ഡിതന്മാരുടെ ഭൂമിയിലുള്ള ഉപമ എന്താണ്? അവർക്കുള്ള ഉദാഹരണം എന്താണ്? ക മസലിൻ നുജൂമി ഫി സമായി, ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾക്ക് സമാനമാണ് ഭൂമിയിലുള്ള ആലിമീങ്ങൾ എന്നതാണ് ഇതുകൊണ്ട് ഉദാഹരണമായിട്ട് എടുത്തിട്ടുള്ളത്. നാലാമത്തത് അൽ ഇന്തിഖാസുൽ മാ, വെള്ളം കൊണ്ട് മനോഹരം ചെയ്യുക എന്നുള്ളത്. മാഹുവ, അത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഫിത്രത്തിൻ്റെ 10 കാര്യങ്ങൾ പറഞ്ഞതാണ് അൽ ഇന്തിഖാസുൽ മാ എന്നുള്ളത്. പക്ഷേ അതിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു വിശദീകരണം കൂടെ അവസാനത്തിൽ ഇതിൽ കൊടുക്കുന്നുണ്ട്. അൽ ഇസ്തിൻജാവു, മനോഹരം ചെയ്യലാണ് എന്ന് പറയുന്നത്. അൽ ഇസ്തിൻഖാസുൽ മാ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഇസ്തിൻജാവു എന്ന് എളുപ്പത്തിന് വേണ്ടി നമുക്കൊന്നുകൂടെ പറഞ്ഞു തരികയാണ്. അഞ്ചാമത്തത് അഷദ്ദു അല ഷെയ്ത്വാനി മിൻ അൽഫി ആബിദിൻ, ഇബാദത്തെടുക്കുന്ന 1000 ആൾക്കാരെ പഴപ്പിക്കുന്നതിനേക്കാളും ഷെയ്ത്താന് പ്രയാസം ഫക്കീഹിൻ വാഹിദിൻ, കർമ്മശാസ്ത്രപരമായ വിജ്ഞാനങ്ങളുடைய ഒരു ആലിമിനെ പഴപ്പിക്കാനാണ്. അൽ ബറാജിമു മാഹിയ, ബറാജിമു കെണുപ്പുകൾ ഏതൊക്കെയാകുന്നു? കെണുപ്പുകൾ കഴിയുക എന്ന് നമ്മൾ ആ പത്തനത്തിൽ, ഫിത്രത്തിൻ്റെ പത്തനത്തിൽ പറഞ്ഞാലേ. ഒക്കുദുൽ അസാബിയെ വ മഫാസിലുഹ, വിരലുകളിൽ കെണുപ്പുകളും അതേ പ്രകാരം തന്നെ അതിൻ്റെ മറ്റുള്ള മടക്കുകൾ വരുന്ന ഭാഗങ്ങളും. അഞ്ചാമത്തത് നുക്കമിൽ പൂർത്തിയാക്കാനാണ്. ഖാലിഫുൽ മുശ്രിക്കീന യഹ്ഫുസ് സവാരിബ വഅഫു അൽ യഹിയ. 2 ഖുദിൽ അഫു ഉമർ ബിൽ ഉറഫി വഗരിൽ അനിൽ ജാഹിലീൻ. ഇന്നൽ റിഫ്ക ലാ യകൂനു ഫി ഷൈഇൻ ഇല്ല സാനഹു വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ല ഷാനഹു. ആറാമത്തത് നുതർജിമു ബി അറബി മലയാളം, അറബി മലയാളത്തിൽ ഇതിനെ പരിഭാഷപ്പെടുത്താനാണ്. 1 ഇന്ന അഹദക്കും ഇദാ മാത ഉരിള അലൈഹി മഖഅദുഹു ബിൽ ഉദാവത്തി വൽ അശി, നിശ്ചയം നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടാൽ അവൻ്റെ ഇരിപ്പിടം രാവിലെയും വൈകുന്നേരവും അവൻ്റെ മേൽ വെളിവാക്കപ്പെടും. 2 നാറുക്കും ജുസുഉം മിൻ 70 ജുസുഅം മിൻ നാരി ജഹന്നം, നിങ്ങളുടെ തീ നരകത്തീയുടെ 70-ൽ ഒരംശമാകുന്നു. മൂന്നാമത്തത് മജാലിസുൽ ഇൽമി, ഇൽമിൻ്റെ മജ്ലിസ് ഹിയ മജാലിസുൽ ഹലാലി വൽ ഹറാമി, ദിക്റിൻ്റെ മജ്ലിസുകൾ ഹറാമിനെയും ഹലാലിനെയും വേർതിരിക്കുന്ന മജ്ലിസുകളാണ്. 7 നക്തുബുൽ മാന ബിൽ അറബി മലയാളം, അറബി മലയാളത്തിൽ അർത്ഥം എഴുതാനാണ്. ഫുർസാത്തുൻ സമീനത്തുൻ, വിലപിടിപ്പുള്ള ഒഴിവ് സമയങ്ങൾ. 2 ലം നത്തജാവദ് സിന്നത്ത് അലുമി, പഠന പ്രായം നാം വിട്ട് കടന്നിട്ടില്ല. 3 അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക അള്ളാഹുവിനെ ഓർക്കൽ കൊണ്ട് മനസ്സുകൾ സമാധാനിക്കും.